USCIS പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഗ്രീൻ കാർഡ് ഇന്റർവ്യൂകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. USCIS ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഈ നിയമങ്ങൾ. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഫെഡറൽ ഏജന്റുമാരുടെ അധികാരം ലഭിക്കും. ഇത് വലിയ മാറ്റമാണ്. ഇമിഗ്രേഷൻ കേസുകൾ അന്വേഷിക്കാനും കേസ് പ്രോസിക്യൂഷന് സമർപ്പിക്കാനും അപേക്ഷകരെ അറസ്റ്റ് ചെയ്യാനും അവർക്ക് കഴിയും. സാധാരണയായി ICE ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്യാൻ വരുന്നത്. അവർക്ക് മുൻകൂട്ടി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടക്കുന്നത്. എന്നാൽ ഇനി ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് തന്നെ സംശയം തോന്നിയാൽ അറസ്റ്റ് ചെയ്യാനോ കേസ് പ്രോസിക്യൂഷന് സമർപ്പിക്കാനോ കഴിയും. ഈ പുതിയ നിയമം ഏകദേശം 30 വർഷം മുമ്പുള്ള INS കാലഘട്ടത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. 2003 മുൻപ് എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ഏജൻസിയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും നിയമം നടപ്പാക്കുന്നതുമെല്ലാം ഒരേ ഏജൻസിയായിരുന്നു. പതിറ്റാണ്ടുകളായി USCIS അപേക്ഷകളും ICE നിയമങ്ങളും നീക്കം ചെയ്യലും വെവ്വേറെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വേർതിരിവ് ഇല്ലാതാവുകയാണ്. USCIS ഉദ്യോഗസ്ഥർക്ക് ഗ്രീൻ കാർഡ്, പൗരത്വം, ഗ്രീൻ കാർഡ് എക്സ്റ്റൻഷൻ കേസുകളിൽ കൂടുതൽ അധികാരം ലഭിക്കും. ആരാണ് ഗ്രീൻ കാർഡിന് അർഹൻ എന്നതിലെ നിയമങ്ങളിൽ മാറ്റമില്ല. നിങ്ങൾ ഒരു അമേരിക്കൻ പൗരനെ വിവാഹം കഴിച്ചാൽ അപേക്ഷിക്കാം. വിസ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുടരുകയാണെങ്കിൽ പോലും ഒരു അമേരിക്കൻ പൗരനെ വിവാഹം കഴിച്ചാൽ അപേക്ഷിക്കാം. മാറ്റം വരുന്നത് നിയമ നടപടികളിലാണ്. ഓരോ കേസും കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിക്കും. അനുമതിയില്ലാതെ ജോലി ചെയ്താൽ എന്ത് സംഭവിക്കും? വികസന കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ താമസിച്ചാൽ എന്താണ് പ്രശ്നം? ടൂറിസ്റ്റ് വിസയിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞ് വിവാഹം കഴിച്ചാൽ സ്വീകരിക്കുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പലർക്കും ഉണ്ടാകും. അപേക്ഷിക്കുന്നതിനുള്ള നിയമങ്ങളിൽ മാറ്റമില്ല. പക്ഷേ അപേക്ഷിച്ച ശേഷം കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതിലാണ് വ്യത്യാസം. ഉദ്യോഗസ്ഥർക്ക് ഈ സാഹചര്യങ്ങളെല്ലാം കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ കഴിയും. നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ വന്ന് പെട്ടെന്ന് വിവാഹം കഴിച്ചാൽ അവർ നിങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്യും. സംശയം തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് പരിശോധിക്കും. നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ അർഹതയില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് തോന്നിയാൽ അവർക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാനും തടങ്കലിൽ വെക്കാനും കഴിയും. നിയമം ലംഘിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയാൽ ഗ്രീൻ കാർഡ് നിഷേധിക്കാനും അവർക്ക് അധികാരമുണ്ട്. ആർക്കാണ് ഗ്രീൻ കാർഡിന് അർഹതയുള്ളത് എന്നതിലല്ല കാര്യം, മറിച്ച് ആനുകൂല്യം നിഷേധിക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം. ആരാണ് കൂടുതൽ അപകടത്തിലെന്ന് നോക്കാം. തട്ടിപ്പ് നടത്തിയവരും തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. USCISലെ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾക്ക് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പ്രവർത്തിച്ച് തട്ടിപ്പ് കണ്ടെത്താൻ കഴിയും. സാധുവായ കേസുകളുള്ള ആളുകൾ പേടിക്കേണ്ടതില്ല. എന്നാൽ നിങ്ങളുടെ കേസ് ശരിയാണെങ്കിൽ പോലും അത് തെളിയിക്കാൻ ആവശ്യമായ രേഖകളില്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഇത് നിങ്ങളുടെ അപേക്ഷ വൈകാൻ കാരണമാകും. കാലതാമസവും സൂക്ഷ്മ പരിശോധനയും ഒഴിവാക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ആവശ്യത്തിൽ കൂടുതൽ രേഖകൾ ഇന്റർവ്യൂവിന് കൊണ്ടുപോകുക. ഇതൊരു നല്ല കേസാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുക. നന്നായി തയ്യാറെടുക്കുക. വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുക. ടൂറിസ്റ്റ് വിസയിൽ വന്ന് പെട്ടെന്ന് വിവാഹം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.